ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്ന് എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് നോക്കാം. അപ്പം 24/4/26 കഥയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കാവേരിയും ഗംഗയും കൂടെ ഗംഗ ഗംഗയല്ല, യമുന കോളേജിലേക്കും കാവേരി മറ്റേ റിസോർട്ടിലേക്കും കൂടെ ഇറങ്ങുകയാണ്, ജോലിക്കും കൂടെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ശാരദയെ അവോയ്ഡ് ചെയ്ത് അച്ഛമ്മോടാണ് യാത്ര പറഞ്ഞവർ ഇറങ്ങുന്നത്. അതിന് ഇവർ പോകുന്ന സമയത്ത് നമ്മളെ ശാരദ നിന്ന് കരയാണ്. അപ്പോൾ ഗംഗ പറയും, അമ്മേ അവർക്ക് നമ്മോടൊരു ദേഷ്യമില്ല. അപ്പോൾ ശാരദ കരയാണ്, എന്താണ് ഇവരെന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് ദോഷമുള്ളത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ ഇവൾ പറയുന്നുണ്ട്, ഒന്നുമല്ല അമ്മേ, അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർക്ക് 3 പേർക്ക് അവരെക്കാളും കൂടുതൽ സ്നേഹം എന്നോടാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും ദോഷം വരുമെന്നുള്ള പേടിയാണ് അമ്മേ അവർക്ക് എന്ന് പറയും. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതൊക്കെ മാറും അങ്ങനെ പറഞ്ഞ് ഗംഗ ശാരദ അമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാവേരി റിസോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ റിസപ്ഷനിലാണ് ഇരിക്കുമ്പോഴേക്കും ഒരു ഭാര്യ ഒരു ഭർത്താവും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് റൂം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 12,000 റൂമിൻ്റെ റെൻറ്റ് എന്ന് പറയും ഒരു ദിവസത്തേക്ക്. അപ്പോൾ അവർ വരുന്നത് 3 മണിക്കാണ്. പിറ്റേ ദിവസം 11 മണിയോടുകൂടി ചെക്കൗട്ട് ആവണമെങ്കിൽ ഒരു ദിവസത്തെ കാശ് കൊടുക്കണം. അപ്പോൾ അയാൾ അതിൻ്റെ മുകളിൽ തർക്കം ഇങ്ങനെ, അതെന്താ അങ്ങനെ, ഞങ്ങൾ 3 മണിക്ക് തന്നെ അല്ലേ ഉള്ളൂ, ഞങ്ങൾക്കത് ഒഴിവാക്കുക, അപ്പോഴല്ലേ കറക്റ്റ് കാശാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളോട് സംസാരിക്കുക. അപ്പോൾ ഇവൾ പറയും, സാർ അതെനിക്കറിയില്ല, ഇവിടുത്തെ റൂൾസ് അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും ഞങ്ങൾക്ക് എന്നാൽ റൂം വേണ്ട പറയും. അപ്പോൾ ആസിഫ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആസിഫിനോട് ഒരു റൂമാണ് ഒഴിവ്, അത് പോയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കും എന്നിട്ട് അയാളെ വിട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അയാൾ പറയും ഞങ്ങൾക്ക് റൂം വേണ്ട, ഞങ്ങൾ പോവുകയാണ്, വേറെ എവിടെയെങ്കിലും പുഷ്പവാടിയിൽ എവിടെയെങ്കിലും റൂമോ ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, റിസോർട്ടോ ഉണ്ട് സാർ എന്ന് പറയും. അപ്പോൾ സാർ അല്ല എനിക്ക് അറിയില്ല എന്ന് പറയാണ് കാവേരി കേട്ടോ. അപ്പോൾ അല്ല സാർ ഒന്നുണ്ട്, മഹാനദി എന്നാണ് പേര് എന്ന് പറയണം. അപ്പോൾ പറയുന്ന ഇതിലേക്ക് ഞങ്ങൾക്കൊരു റൂം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് പറയണം. അങ്ങനെ ആ റൂം ഇവളുടെ ഐഡൻറ്റി കാർഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് രാജേശ്വരി നമ്മുടെ കാവേരിയുടെ പിറകിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ റിസോർട്ട് എന്ന് ചോദിക്കുമ്പോൾ, ഹോം സ്റ്റേ വയ്ക്കുമ്പോൾ അത് എന്നിട്ട് ഈ ഹോം സ്റ്റേ എന്നിട്ടാണോ നിങ്ങളിവിടെ ജോലി ചെയ്യുന്നത് പറയുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ അവരെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ രാജേശ്വരിയാണ്. അപ്പോൾ രാജേശ്വരി എന്നിട്ട് ഇവളോട് ചൂടാവുകയാണ്. അപ്പോൾ പറയാവോ അത് ശരി, അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെയാണല്ലേ, ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നിൻ്റെ മഹാനദി എന്നുള്ള ഹോം സ്റ്റേക്ക് പറഞ്ഞയക്കുകയാണല്ലേ എന്ന് പറയും. അപ്പോൾ അല്ല മാഡം, അതല്ല സത്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ഇവള് എന്താണോ പറയുന്നത് അത് കേൾക്കാനുള്ള സമയം അവരെടുക്കുന്നില്ല. കാരണം ആങ്ങളെ വന്ന് ആവശ്യത്തിലേറെ ഇത് കുത്തിവെച്ചിട്ടാണ് പോയത്. അപ്പോൾ കാവേരിക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമില്ലാണ്ട് കാവേരി എടി പൊടി എന്ന് വിളിക്കലും നായയെ പട്ടി എന്ന് വിളിക്കലും ഒരു തരം വൃത്തികെട്ട സംഭാഷണമാണ് ആ സ്ത്രീയുടെ എന്നറിയുന്നത്. ഇല നക്കി നിൽക്കണ നായാന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഡയലോഗൊക്കെയാണ് അവരടിക്കുന്നത്. അപ്പോൾ ഇവൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. ഇറങ്ങി പൊടി വിടുന്നതെന്ന് പറയും. അപ്പോൾ പറയും, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്ന പറയും. നിങ്ങൾ പോലീസിനെ പട്ടാളത്തിനെ അരച്ച് വിളിച്ചോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ജോലിയാണെങ്കിൽ എടി പൊടി എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അവളും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ തല്ലാൻ കയ്യോങ്ങുമ്പോൾ അവൾ കയറി കയ്യിന് പിടിക്കുന്നുണ്ട്. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്നെ തല്ലാനുള്ള അവകാശമൊന്നുമില്ല അറിയും. പിന്നെ ഒരു കാര്യം, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെക്കാട്ടിൽ വലിയ റിസോർട്ട് ഞാൻ ഉണ്ടാക്കും, ഞാൻ കാവേരി അരവിന്ദനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കി അവൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോടി അവിടുന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ വളരെ മോശമായിട്ടാണ് കാവേരിയോട് പെരുമാറുന്നത്. അങ്ങനെ കാവേരി അവിടുന്ന് ഇറങ്ങി പോരുന്നുണ്ട് കേട്ടോ. പോന്നിട്ട് അങ്ങനെ സ്കൂട്ടറെടുത്ത് പോരുന്ന സമയത്താണ് നവീൻ അങ്ങോട്ട് വരുന്നത്, അതായത് ഈ രാജേശ്വരിയുടെ മകൻ. അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇവൾ മൈൻഡ് ചെയ്യാണ്ട് സ്കൂട്ടർ എടുത്ത് പോരുക. അപ്പോൾ അവന് പറയും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ അതെന്ന് ആലോചിക്കും. അപ്പോഴേക്കും ആസിഫ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആസിഫും ഉണ്ട്. അപ്പോൾ നവീൻ ചോദിക്കുന്നത് എന്താണ് കാവേരി എന്താ പോകണമെന്ന് പറയുമ്പോൾ അവളുടെ കാര്യം നീ മിണ്ടി പോകരുത്, ഇങ്ങനെയാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകളെയൊക്കെ അവളുടെ ഹോം സ്റ്റേക്ക് കൊണ്ടുപോവാണ്, ഇതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നിനക്കറിയില്ലേ അവൾ ഹോം സ്റ്റേ തുടങ്ങിയത് എന്ന് നിൽക്കുമ്പോൾ അറിയാം, പക്ഷേ അമ്മ അത് അവൾക്ക് എന്തെങ്കിലും പറയാണ്ടാവും, അല്ലാണ്ട് അവളങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ നീ മിണ്ടി പോകരുതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നവീൻ ഞാൻ പോയി നോക്കട്ടെ എന്നിട്ട് പിന്നാലെ പോവാം. അപ്പോൾ ആസിഫിനോട് വയ്ക്കും, എന്താണ് അവർ തമ്മിലുള്ള എന്താണ് അവർ തമ്മിലെന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ ആസിഫ് അറിയാം അത് ആൻറ്റി അവർ തമ്മിലൊരു ഇഷ്ടത്തിലുണ്ട്, അവന് ഇഷ്ടമാണ് ആ കുട്ടീനെ എന്ന് പറയാം. ഇഷ്ടം അവൻ അങ്ങോട്ട് പറ്റാൻ ഞാൻ തല്ലി കൊല്ലുന്നൊക്കെ പറയാണ്. അതായിട്ട് രാജേശ്വരി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആസിഫ അയ്യേ എന്നായി നിൽക്കുക. കാരണം അവനത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ തമ്മിൽ അവന് ഇഷ്ടമാണെങ്കിലും നവീന് ഇവളെ കാവേരി ഇഷ്ടമാണെങ്കിലും കാവേരിക്ക് അവന് ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ഇവൻ പിന്നാലെ പോവാം. അപ്പോൾ കാവേരി എന്നിട്ട് പോയൊരു പുഴ ഉണ്ട്, ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നൊരു താഴത്തേക്ക് നോക്കുക. പുഴയ്ക്ക് നോക്കി ഇങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ഇവൻ അങ്ങോട്ട് വരുന്നുണ്ട്, നവീൻ അങ്ങോട്ട് വരുന്നുണ്ട്. നവീൻ വന്നിട്ട് ചോദിക്കുക എന്താ പ്രശ്നം, എന്താ കാവേരി, എന്താ കാരണം എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി പറയും എന്ത് കാരണം, നിങ്ങളെ അമ്മയ്ക്ക് നാവിന് എല്ലില്ല, ഇങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് അവർക്ക് ചെവിയില്ല, നാവേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ എന്താണ് കാര്യം പറയാമെന്ന് പറയും. അപ്പോൾ പറയും ഞാൻ നിങ്ങളുടെ ഹോം സ്റ്റേയിൽ നിങ്ങളുടെ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെയൊക്കെ എൻ്റെ ഹോം സ്റ്റേക്ക് പറഞ്ഞേക്കാമെന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയും. സംഭവിച്ച കാര്യങ്ങൾ പറയും. ഇത്ര വലിയ എമൗണ്ടിന് ഒന്നാമത് നിൽക്കാൻ പറ്റില്ല, പിന്നെ ചെക്കിങ് വന്നതും പോകുന്നതും ഒക്കെ കറക്റ്റായിരിക്കണം, അതിലൊരു മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാൻ അവിടുത്തെ റൂൾസ് നോക്കിയിട്ട് തന്നെയാണ് ഇതുവരെയും ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന ആൾക്കാരെ അങ്ങോട്ട് കടത്തുന്നൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ അവൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ടില്ല അറിയാം. അപ്പോൾ ഞാനൊന്ന് സംസാരിക്കട്ടെ അമ്മോട് ചോദിക്കുകയാണ് നവീൻ. അപ്പോൾ അയ്യോ വേണ്ട, നിങ്ങളെ ഇവിടേക്ക് ഞാൻ ഈ ജോലിക്ക് ഞാൻ വരുന്നില്ല, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നു. മേലാൽ ഇതിങ്ങനത്തെ ജോലിയായിട്ട് വന്നേക്കല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടുന്ന് സ്കൂട്ടർ എടുത്ത് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ അയ്യേന്നായി പോകുകയും ചെയ്തു. കാരണം ഇവനേത് നേരം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതിലാണ് അവളെ ജോലിക്ക് തന്നെ എടുക്കുന്നത് അവിടെ. അങ്ങനെ അവിടുന്ന് ഇവൾ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് ഇവളിങ്ങനെ ആലോചിക്കുക. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാവേരി. എന്തൊക്കെയാണപ്പോൾ അവിടെ രാജേശ്വരിയായിട്ട് വഴക്കുണ്ടായത്, രാജേശ്വരി അവളെ വിളിച്ച ഓരോ വാക്കുകളും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. അവിടുന്ന് ഈ എന്താണ് ഇവൾ സ്വയം കൂളാവ് കാവേരി കൂളാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം ഇങ്ങനെ അവളെ തന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ശാരദ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഇവളെന്താ ഈ ഒറ്റയ്ക്ക് ഇരുന്ന് പുറകിടന്ന് വെച്ചിട്ട് അതിൽ കണ്ടു തുറന്ന് നോക്കുമ്പോൾ ശാരദേനെ കാണാം. അപ്പോൾ എന്താ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അല്ല നീ എന്താ ഈ പറയണ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, ഞാൻ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു, നീ എന്താ ഈ നേരത്തെ നോക്കുമ്പോൾ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഗസ്റ്റുകൾ വരും എന്ന് പറയണത്. ഗസ്റ്റുകൾ എവിടെ ഗസ്റ്റുകൾ എന്ന് ചോദിക്കുക. അങ്ങനെ ഗസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഗംഗയും വരുന്നുണ്ട്. അങ്ങനെ പിന്നെ കാവേരിയുടെ അമ്മയും കൂടെയുള്ള ഒരു വാക്കുതർക്കവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പറയും ഗസ്റ്റുകൾ പെണ്ണുങ്ങളുണ്ടോ ഗസ്റ്റുകൾ വരുന്നത്, ഭാര്യയും ഭർത്താവാണ് വരുന്നത്, എന്നിട്ട് അവരെവിടെ. അപ്പോൾ അവർക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ല, അവർക്ക് ഈ ഹോം സ്റ്റേയുടെ ഇത് കാർഡ് മാത്രമേ കൊടുത്തിട്ട്. അപ്പോൾ അത് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് പറയും. അല്ല അത് കൊടുക്കണ്ടേ എന്നാലല്ലേ വിളിക്കുക. അപ്പോൾ അവരന്വേഷിച്ച് വന്നോളും, ചേച്ചി പോയിട്ട് എന്തായാലും അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക അറിയുക അങ്ങോട്ട്. എടി ഇങ്ങനെ ഉണ്ടാക്കിയത് വേസ്റ്റ് ആവില്ലേ, നോൺ വെജൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കാണ്. അങ്ങനെ എടി ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ മറ്റേ ആണും പെണ്ണും ഉണ്ടോ, അത് കല്യാണം കഴിച്ചവരാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ തന്നെ വരുള്ളൂ, ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങി തന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ് ശാരദയോട് നമ്മുടെ കാവേരി. അങ്ങനെ ഹോം സ്റ്റേയിലേക്ക് പുതിയ അതിഥികളെ കാത്ത് ഇരിക്കുന്നുണ്ട് ഇവരിങ്ങനെ. അതാണ് ഈ പ്രാവശ്യത്തെ ഈ പുഴയും കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലുള്ളത്. പക്ഷേ ഇവർക്ക് മുട്ടൻ പണി രാജേശ്വരി കൊടുക്കുന്നുണ്ട്. നല്ല 4 തടിമാടന്മാരെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നുണ്ട്. അവരാണെങ്കിൽ അവിടെ ശരിക്കും മഹാനദി അഴിഞ്ഞാടാൻ വരുന്നതാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അത് ആ സ്ത്രീ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ചതിയാണ് അവരോട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച എന്നിട്ട് ഈ പുഴയും കടന്ന സീരിയലിൽ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. എന്തായാലും അതിനെ ഇവർക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. എന്തായാലും എല്ലാവരും സീരിയൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കഥയായിട്ട് പറയാനൊന്നുമില്ല, ആ കഥയ്ക്കുള്ളിലൊരു അത്ര തന്നെയുള്ളൂ, അല്ലാണ്ട് ഇന്നത്തെ ഇതിൽ വലിയ ഇതായിട്ടൊന്നുമില്ല. കാവേരിയുടെ ഓരോ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റോറി എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.